താങ്ക് ഗോഡ്. സ്തോത്രം. അറിയുമല്ലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന് 19-ാം ദിവസം. അതെ, പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ഒരുമിച്ച് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട 21 ദിവസങ്ങളിൽ 19-ാമത്തെ ദിവസം ഒത്തിരി സന്തോഷമുണ്ട്. കാരണം മറ്റൊന്നല്ല, ഒത്തിരി സാക്ഷ്യങ്ങൾ ഒത്തിരി പേർ വിളിച്ച് സന്തോഷത്തോടെ പറയുന്നുണ്ട്, ദേവദാസനെയും ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആ പൈശാചികമായ ബാധിപ്പുകൾ മാറിപ്പോകുന്നത്, ഞങ്ങളുടെ തൊഴിലിടത്തിൽ നിന്ന്, ഞങ്ങളുടെ തലമുറകളിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ നിന്ന് പല നിലകളിൽ പൈശാചികമായ ബാധിപ്പുകൾ വ്യക്തികളെ, കുടുംബങ്ങളെ സ്വസ്ഥമായി, സമാധാനമായി, സന്തോഷമായി ജീവിക്കുവാൻ കഴിയാതെ ഇല്ലേ, അങ്ങനെയുള്ള ആ പൈശാചികമായ ബാധിപ്പുകളിൽ നിന്ന് പുറത്തു വരുന്ന ഒരു വലിയ കൂട്ടം പ്രാർത്ഥനയെ, ഉപവാസത്തെ തുടർന്ന് അതൊരു ഭയങ്കര സന്തോഷമാണ്. ഈ കഴിഞ്ഞ ദിവസം പ്രൈസർ ഫാമിലിയിലേക്ക് പ്രാർത്ഥന വിഷയം അറിയിച്ചിരുന്ന ഒരു സഹോദരിയും വിളിക്കുകയുണ്ടായി. അപ്പോൾ അവരുടെ പ്രാർത്ഥന വിഷയം അറിയിച്ചിരുന്നത് ഇങ്ങനെയാണ്. ഏകദേശം ഒരു 14 ദിവസത്തിന് മുമ്പാണ് അവർ പ്രാർത്ഥന വിഷയം അറിയിക്കുവാനായിട്ട് വിളിച്ച്. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായി. ആ സഹോദരൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ വിവാഹം കഴിഞ്ഞ് ആ വേദിയിൽ നിന്ന് ഇറങ്ങിയ സമയം മുതൽ അവർ വഴക്ക് തുടങ്ങിയാണ്. അപ്പോൾ സഹോദരി കുറച്ചുകൂടെ അതിനെ വിശദീകരിച്ച് പറഞ്ഞു, ദേവദാസനെ നിങ്ങൾക്കറിയാമോ, ഞാൻ പ്രസവ വാർഡിൽ നിന്ന് പകുതി മയക്കത്തോടെ പുറത്തു വന്നപ്പോഴും ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ വഴക്കായിരുന്നു. ഇന്നൊരു കുഞ്ഞുമുണ്ട്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമല്ലോ. വഴക്കെന്ന് പറഞ്ഞാൽ വഴക്ക്, ഇവർ തമ്മിൽ കണ്ടാൽ വഴക്ക്, ഫോൺ ചെയ്താൽ വഴക്ക്, ഇവരെക്കുറിച്ച് മറ്റാരെങ്കിലും സംസാരിച്ചാൽ വഴക്കൊഴിഞ്ഞൊരു നേരമില്ല. അങ്ങനെ ഏകദേശം 1 മാസത്തിന് മുമ്പ് അവരൊരു തീരുമാനമെടുത്തു, ഇനി ഒരുമിച്ച് ജീവിക്കണ്ട, ഇങ്ങനെ വഴക്കൂടി ജീവിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ, നമുക്കങ്ങ് പിരിയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന ഒരു സഹോദരി പ്രൈസർ ഫാമിലിയുടെ ഒരു മെസ്സേജ് ആ സഹോദരിക്ക് അയച്ചു കൊടുക്കുന്നതും അവർ ആ മെസ്സേജുകൾ കാണുന്നതും പരസ്പരം ഒത്തുകൊണ്ട് പ്രൈസർ ഫാമിലിയിലേക്ക് വിളിച്ചു. ഈ രണ്ടുപേരും കൂടെ വിളിച്ചു. അപ്പോൾ അവർ സംസാരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടു. ആ കുടുംബത്തിന്മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ കുടുംബജീവിതത്തിന്മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ഒരു പൈശാചിക മണ്ഡലം, പരസ്പരം ഒരുമിച്ച് സന്തോഷത്തോടെ പോകുവാൻ കഴിയാതെ അവർ ചിതറിപ്പോകണം, ആ ലക്ഷ്യത്തോടെ വ്യാപരിക്കുന്ന ഒരു പൈശാചിക മണ്ഡലം. ഞാൻ പറഞ്ഞു, സഹോദര, നിങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ദിവസന്നിൽ ഇരിക്കുവാൻ കഴിയുമോ? എങ്കിൽ ആ ബന്ധനം അഴിയും, പിശാചിൻ്റെ ഇഷ്ടം ജയിക്കത്തില്ല. അപ്പോൾ രണ്ടുപേരും പറഞ്ഞു, ദേവദാസനെ, ഇനി ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, ഇതിന് മുമ്പോട്ട് പോകുമോ? വളരെ കൂളായിട്ട് അവർ സംസാരിച്ച. കാരണം ഈ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്നവർക്ക് അവസാനം കിട്ടുന്ന ഒരു ധൈര്യവും ഒരു ഉറപ്പുമൊക്കെ ഉണ്ടല്ലോ, അതാ അവരുടെ സംസാരത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും നമുക്കൊന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ ദിവസം അവരും ഞങ്ങൾക്കൊപ്പം ഉപവാസത്തോടെ ആയിരുന്നു. രാവിലെ മുതൽ ഉപവസിക്കുവാൻ തുടങ്ങി. രണ്ടുപേരും കൂടെ വഴക്കില്ലാതെ കുറച്ച് നേരം ഒരുമിച്ചിരുന്നു, ഉപവാസം തുടങ്ങി. ഏകദേശം ഒരു ഉച്ച സമയമായപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ സഹോദരനോട് ഇടപെട്ടു. ആ ഭവനത്തിനകത്ത് വേണ്ടാത്തൊരു സാധനം ആ വീട്ടിനകത്ത് ഇരിപ്പുണ്ട്. ആ സഹോദരനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാണിച്ചു. ഒരു നൂലും ഒരു പേപ്പറിൽ പൊതിഞ്ഞ മറ്റു ചില വസ്തുക്കളും. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, ചിലർക്ക് ഒരു പക്ഷേ വേദന തോന്നിയേക്കാം. അപ്പോൾ ആ സഹോദരൻ ഇങ്ങനെ ഓർക്കുവാൻ തുടങ്ങി, അങ്ങനെ ഒരു സാധനം എൻ്റെ വീട്ടിനകത്തുണ്ടോ? അപ്പോൾ ഏകദേശം പ്രാർത്ഥന തീരാറായപ്പോഴത്തേക്ക്, അവരുടെ ഉപവാസ പ്രാർത്ഥന തീരാറായപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ്റെ അമ്മ പറയുക, മക്കളെ, നിൻ്റെ കല്യാണത്തിൻ്റെ സമയത്തെ കല്യാണ സമയമായിരുന്നപ്പോൾ ഇവർക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടല്ലോ, മരുമകളെക്കുറിച്ച് ഇവർക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടല്ലോ, അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു ഇവൾ അടങ്ങി ഒതുങ്ങി നിൽക്കത്തില്ല, വീട്ടിനകത്ത് ഭയങ്കര കുഴപ്പമായിരിക്കും, അതുകൊണ്ടേ ഞാനൊരു നേർച്ച കൊടുത്തു വിട്ടിരുന്നു ഈ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ നിന്ന് നേർച്ച നിവർത്തിച്ച ആൾ എനിക്കൊരു പൊതിയിൽ കുറച്ച് നൂലും മറ്റു ചില സാധനങ്ങളും കൂടെ തന്നു. ഞാനത് നമ്മുടെ തിരുഹൃദയം ഫോട്ടോയുടെ അടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സഹോദരൻ പെട്ടെന്ന് മനസ്സിലായി അത് തന്നെ സംഭവം. ഓടിപ്പോയി അതെടുത്തു, നേരെ രണ്ടുപേരും കൂടെ കൊണ്ടുപോയി വെളിയിൽ ചവർ കത്തിച്ചുകൊണ്ടിരുന്നിടത്ത് ഇട്ടു, കത്തിച്ചു, പ്രാർത്ഥിച്ചു, വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു, തീർന്നു, ആ പ്രശ്നം തീർന്നു. ഇന്നലെ രാത്രി രണ്ടുപേരും കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വിളിച്ചത് കേട്ടോ. ആ ഡിവോഴ്സിൻ്റെ അനുഭവമൊക്കെ മാറിപ്പോയി. ആ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അമ്മയും സംസാരിച്ചു. അമ്മ പറഞ്ഞു, അറിയാതെ പറ്റിപ്പോയതാ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അവരും അറിഞ്ഞില്ല. വലിയൊരു സന്തോഷം ആ ഭവനത്തിനകത്ത് മടങ്ങി വന്നു. പ്രാർത്ഥനയും ഉപവാസവും ആ കുടുംബത്തെ തകർക്കുവാൻ തക്കവണ്ണം വെളിപ്പെട്ട് വ്യാപരിച്ച പൈശാചിക മണ്ഡലത്തെ തകർത്തു. അങ്ങനെയെങ്കിൽ ഇന്ന് പകലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നിങ്ങളിൽ പലരുടെയും
വ്യക്തി ജീവിതങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന, കുടുംബ ജീവിതങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ആ പൈശാചിക മണ്ഡലത്തെ കർത്താവ് ഇന്ന് തകർക്കുവാൻ പോകുക. അതെ, ഈ കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥനയുടെ ദിവസനയിലായിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത് തന്നെ. അவ்விധത്തിൽ ബാധിക്കപ്പെട്ട ഒത്തിരി പേർ എന്നെ കേൾക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു പക്ഷേ സംശയം തോന്നിയേക്കാം, ദൈവദാസനെ എൻ്റെ പ്രശ്നം അவ்விധത്തിലുള്ളതാണോ, എൻ്റെ പ്രശ്നം അങ്ങനെ ഉള്ളതാണോ? ശ്രദ്ധിച്ചേ, നല്ല പഠിച്ചുകൊണ്ടിരുന്ന മക്കൾ പെട്ടെന്ന് കാരണമില്ലാതെ പഠിക്കാതായി നിങ്ങളുടെ വീട്ടിനകത്തുണ്ടോ? പ്രശ്നം അത് തന്നെയാണ്, തലമുറകളുടെ മേൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലം. നല്ല സ്വഭാവമുള്ള മക്കൾ പെട്ടെന്ന് അവരുടെ സ്വഭാവം മോശമായി തീരുന്നു. നല്ലവണ്ണം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്ന, നിങ്ങളോട് സ്നേഹത്തോടെ ഇടപെട്ടുകൊണ്ടിരുന്ന മക്കൾ പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ അവരുടെ സ്വഭാവ രീതി മാറുന്നു. വളർച്ചയോടെ അങ്ങനെയല്ല, അങ്ങനെ വളർന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ആളുകൾ മാറാൻ തുടങ്ങിയാൽ ഈ ലോകം ഇങ്ങനെ മുമ്പോട്ട് പോകും? ഒരിക്കലും പോകത്തില്ല. കാരണം വ്യാപരിച്ച് വെല്ലുവിളിക്കുന്ന ആ പൈശാചിക മണ്ഡലം. സ്നേഹത്തിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന കുടുംബജീവിതം പെട്ടെന്ന് അതിനകത്ത് അസ്വാരസ്യങ്ങൾ, കാരണം എന്തെങ്കിലും ഉണ്ടോ, കണ്ടെത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ അത് തന്നെയാണ് കാരണം, പൈശാചിക മണ്ഡലം. നല്ല സ്നേഹമാണ്, ആ സ്നേഹം കുറഞ്ഞു കുറഞ്ഞു പോകുന്നു. വർദ്ധിച്ച് വരണം. സ്നേഹം എപ്പോഴും അങ്ങനെയാണ്. സ്നേഹം ദൈവമാണ്. ദൈവം കുറഞ്ഞു കുറഞ്ഞു പോകുന്നവനല്ല, അവൻ വർദ്ധിച്ച് വരുന്നവനാണ്. ആരുടെയെങ്കിലും വ്യക്തി ജീവിതത്തിൽ ദൈവം വന്നാൽ അവിടെ വർധനവുണ്ടാകും, അതെല്ലാ കാര്യത്തിലും. അപ്പോൾ വർധനവുണ്ടാകുന്നില്ല, അത് താണു പോകുന്നു. അർത്ഥം പിടിമുറുക്കിയിരിക്കുന്ന പൈശാചിക മണ്ഡലം. പല നിലകളിൽ വരുമാനം വരുന്നുണ്ട്, പക്ഷെ എങ്ങോട്ട് പോകുന്നു എന്നറിയാത്ത വിധത്തിൽ ചിതറിപ്പോകുന്നു. നന്മകളെ ചിതറിച്ച് കളയുന്ന, നന്മകളുടെ മേൽ അവകാശം പറയുന്ന പൈശാചിക മണ്ഡലം. അറിയാം ഇന്ന കാര്യം ചെയ്യരുത്, ഇന്ന കാര്യം ചെയ്താൽ ബാധ്യത വരും, എന്നിട്ടും ചെയ്തു പോകുന്നു. നിങ്ങളെ ബാധ്യതക്കാരാക്കി മാറ്റുന്ന ആ പൈശാചിക മണ്ഡലം. ഇപ്പോൾ മനസ്സിലായല്ലോ. കാരണം പലതും നമുക്ക് കണ്ടെത്തുവാൻ കഴിയത്തില്ല. ഡോക്ടറെ പലകുറി കാണിച്ചു, പല മെഡിസിൻസ് കഴിച്ചു, എന്നിട്ടും രോഗമെന്തെന്ന് അവർക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അർത്ഥം പൈശാചിക ബന്ധനം, നിന്റെ ശരീരത്തിന്മേൽ വ്യാപരിച്ചിരിക്കുന്ന രോഗാത്മാവ്. ആ തൊഴിലിടത്തിൽ എന്താണ് പ്രശ്നമെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എല്ലാവരോടും അങ്ങോട്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ പെരുമാറുന്നു, പക്ഷെ ഇങ്ങോട്ട് പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ പറഞ്ഞ് സോൾവ് ചെയ്യാൻ നോക്കിയിട്ടും സോൾവ് ആകുന്നില്ല. പ്രശ്നങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. തൊഴിൽ മേഖലയുടെ മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലം. അപ്പോൾ ഈ പൈശാചിക മണ്ഡലത്തിൻ്റെ ലക്ഷ്യം എന്താണ്? നിങ്ങളിലുള്ളത് അപഹരിക്കുക. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത് അവൻ കള്ളനാണ്. കള്ളൻ വരുന്നത് അറുക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനുമാണ്. മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളിലുള്ള വില പിടിച്ചതിനെ കവരുക എന്നർത്ഥം. നിങ്ങളുടെ സന്തോഷത്തെ കവരുക. ആ പൈശാചിക ബന്ധനം നിങ്ങളുടെ മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുമ്പോൾ സംഭവിക്കുന്നത് അതാണ്. ആ സഹോദരൻ്റെയും സഹോദരിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് അതാണ്. 3 വർഷം അവർ അനുഭവിക്കേണ്ട സന്തോഷത്തെ പിശാച് കവർന്നെടുത്തു. അവരുടെ ജീവിതം നരകതുല്യമായി മാറി. ഒരുമിച്ച് പോകുവാൻ കഴിയാത്ത അവസ്ഥ സംജാതമായി തീർന്നു. മക്കളുടെ നല്ല ഭാവിയെ പിശാച് കവർന്നെടുക്കുന്നു. അവരുടെ വിദ്യാഭ്യാസത്തെ കവർന്നെടുക്കുന്നു. അവരുടെ ബുദ്ധിയെ കവർന്നെടുക്കുന്നു. അവരുടെ നല്ല റിസൾട്ടിനെ കവർന്നെടുക്കുന്നു. അവരുടെ നല്ല സ്വഭാവത്തെ കവർന്നെടുക്കുന്നു. ഭർത്താവിനെ കവർന്നെടുക്കുന്നു. അവകാശം പറയുക, നിങ്ങൾ അനുഭവിക്കേണ്ടതാണ് അല്ലേ? മക്കളുടെ സന്തോഷം നിങ്ങൾ അനുഭവിക്കേണ്ടതാണ്. ഭർത്താവിൻ്റെ സന്തോഷം അല്ലേ സഹോദരി നീ അനുഭവിക്കേണ്ടതാണ്. നിന്റെ കുടുംബം അനുഭവിക്കേണ്ടതാണ്. സഹോദര, ഭാര്യയുടെ സന്തോഷം അത് നീ അനുഭവിക്കേണ്ടതാണ്. ആ ബിസിനസ്സിലൂടെയുള്ള നന്മ, നിന്റെ അധ്വാന ഫലം, ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടതാണ്. പക്ഷേ അത് കവർന്നെടുക്കുന്ന ഒരു പൈശാചിക മണ്ഡലം. ഞാനപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ചിലർക്കെങ്കിലും സ്വാഭാവികമായിട്ടും ഉള്ളിലൊരു ടെൻഷൻ വന്നു കാണും. ദൈവദാസനെ ഇത് ഇങ്ങനെ ചവർ പോലെ ഉപവാസ പ്രാർത്ഥനയുടെ 19-ാമത്തെ ദിവസം പറഞ്ഞു പോകുന്നു. ബൈബിൾ അടിസ്ഥാനത്തിൽ ഇതൊക്കെ ശരിയാണോ? ബൈബിൾ അടിസ്ഥാനത്തിലുള്ള കാര്യമല്ലാതെ മറ്റൊന്നും എനിക്ക് നിങ്ങളോട് പറയുവാൻ ഇല്ല. നോക്കിയേ, രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 21-ാം അധ്യായം. ആ അധ്യായത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ സമയം വരെ ഞാൻ നിങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരുന്നത്. ശ്രദ്ധിക്കുമല്ലോ, വാക്യമല്ല അധ്യായം. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 21-ാമത്തെ അധ്യായം. അവിടെ 3 കഥാപാത്രങ്ങളിലൂടെയാണ് ആ അധ്യായം ആരംഭിക്കുന്നതും ആ അധ്യായത്തിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് നിങ്ങളോട് ഞാൻ അറിയിക്കുന്നത്. 3 വ്യക്തികൾ. 1 ഒരു നാബോത്ത്. ആ നാബോത്ത് അത് നിങ്ങളാണ്. 2 ആഹാബ് നിങ്ങളിലുള്ള വിലയേറിയതെന്ന് നിങ്ങൾ കണ്ട് മനസ്സിലാക്കി താലോലിക്കുന്ന പലതിനെയും ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണുന്ന പുറത്തുള്ള നിങ്ങളുടെ ശത്രുവാണ്, നിങ്ങളുടെ പ്രതിയോഗിയാണ്. 3 ഇസബേൽ. അവൾ ആ നാബോത്തിൻ്റെ ആഗ്രഹങ്ങളെ
വെറും ആഗ്രഹങ്ങളെ, നല്ലത് കണ്ടാൽ ആഗ്രഹിച്ചു പോകുന്ന ആ ആഗ്രഹത്തെ പൈശാചികമായ ചിന്തയാക്കി മാറ്റി ഏത് വിധേനയും അതിനെ കവർന്നെടുക്കുവാനുള്ള ശക്തി നൽകുന്ന പൈശാചിക മണ്ഡലമാണ്. ഒരിക്കൽ കൂടി പറയട്ടെ, നാബോത്ത് 21-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവനൊരു യഹൂദനായിരുന്നു, അവനൊരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അത് ആഹാബിൻ്റെ അരമനയുടെ അടുക്കലായിരുന്നു. മനോഹരമായി പൂത്ത് തളർത്ത് കായ്ച്ച് കിടക്കുന്നൊരു മുന്തിരിത്തോട്ടം തലമുറയായി കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നത് അവനും ഭാവിയിലേക്ക് വേണ്ടി സ്വരുക്കൂട്ടി അവൻ്റെയും തലമുറകളിലേക്ക് കൈമാറേണ്ടത് മീൻസ് അത് അവകാശമാണ്. ശ്രദ്ധിക്കണമേ, അവകാശമാണ്. ആരുടെ അവകാശം? നാബോത്തിൻ്റെ അവകാശമാണ് മുന്തിരിത്തോട്ടം. നാബോത്തിൻ്റെ അവകാശമാണ് മുന്തിരിത്തോട്ടം. അതിനകത്ത് മറ്റാർക്കും യാതൊരു അവകാശവും ഉന്നയിക്കുവാൻ കഴിയത്തില്ല. കാരണം അത് നാബോത്തിൻ്റേത് മാത്രമാണ്. ആ മുന്തിരിത്തോട്ടം നാബോത്തിൻ്റെതാണ്. ആ മുന്തിരിയുടെ ഫലങ്ങൾ നാബോത്തിൻ്റെതാണ്. ആ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് കിട്ടുന്നത് മുഴുവനും അനുഭവിക്കേണ്ടത്. അത് പണമായിരുന്നാലും, അത് പേരായിരുന്നാലും, പെരുമയായിരുന്നാലും, സന്തോഷമായിരുന്നാലും അത് അനുഭവിക്കേണ്ടത് നാബോത്ത് മാത്രമാണ്. ഇവിടെയാണ് ആഹാബ് എന്ന് പറയുന്ന ശമര്യയിലെ രാജാവ് രംഗപ്രവേശം ചെയ്യുന്നത്. രാജാവ് നോക്കുമ്പോൾ ആ മുന്തിരിത്തോട്ടം മനോഹരമായിരിക്കുന്നു. അപ്പോൾ രാജാവിനൊരു കൊതി തോന്നി, എനിക്കത് കിട്ടണം. ഇത് സ്വാഭാവികമാണ്. ഇങ്ങനെയുള്ള ആഹാബുമാരായി പലരും എനിക്കൊപ്പം എന്നെ കേൾക്കുന്നുണ്ട്. ഞാനും പലപ്പോഴും ഇങ്ങനെയുള്ള ആഹാബായി മാറാറുണ്ട്. നല്ലൊരു ഭവനം കാണുമ്പോൾ ഞാനും ആഗ്രഹിക്കും ഇങ്ങനെ ഒരു ഭവനം എനിക്കുണ്ടായിരുന്നെങ്കിൽ. ഒരു നല്ല വാഹനം കാണുമ്പോൾ ഞാനും ആഗ്രഹിക്കും എന്നെ കേൾക്കുന്ന നിങ്ങൾ പലരെയും പോലെ തന്നെ. അങ്ങനെ ആഗ്രഹിക്കില്ല എന്ന് പറയുവാൻ മാത്രം ഞാനൊരു കള്ളനല്ല. എന്തിനാ അങ്ങനെ മയക്കം പിടിച്ച് കള്ളത്തരം വിളിച്ച് പറയുന്നേ? അല്ലേ? നട്ടാക്കിളിർക്കാത്ത നുണ വിളിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? എനിക്ക് കൊതി വരും. നല്ലൊരു വാഹനം കണ്ടാൽ എനിക്ക് കൊതി വരും. ഇപ്പോൾ പ്രത്യേകിച്ച് പത്രത്തിലൊക്കെ ഈ വാഹനങ്ങളുടെ ആക്സിഡൻറ്റുകളെ കുറിച്ചൊക്കെ വരുമ്പോൾ അതിൻ്റെ കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ള വാഹനം പപ്പടം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ആ പപ്പട വണ്ടിയുടെ ഓണറായ എനിക്ക് ഇത്തിരി കൂടെ ബലമുള്ള വണ്ടി കാണുമ്പോൾ അറിയാതെ ഉള്ളിലൊരു കൊതി വരും. ഇത്തിരി കൂടെ നല്ല ബലമുള്ള വണ്ടിയായിരുന്നെങ്കിൽ സമാധാനത്തോടെ വണ്ടി ഓടിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നല്ലോ. അപ്പോൾ കൊതി വരും. കൊതി വരുന്നു, അതിനർത്ഥം നമ്മൾ പ്രാർത്ഥിക്കും അല്ലേ? അത് നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലേ എന്ന് ചിന്തിക്കും, അതങ്ങ് വിട്ടുകളയും. അവിടെ കൊണ്ട് അത് തീരണം ഇല്ലേ? അത് തീരണം. അതിലപ്പുറം മറ്റുള്ളവരുടെ വിലയേറിയതൊന്നും അതിലേക്കൊന്നും നമ്മുടെ ചിന്ത പോകേണ്ട കാര്യമില്ല. അതാണ് നല്ലൊരു ദൈവത്തിൻ്റെ മകൻ, മകൾ. നിങ്ങൾക്ക് അത്യാവശ്യമുള്ളതാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവ് അത് നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് വേണ്ടതാണെങ്കിൽ കർത്താവ് അത് നിങ്ങൾക്ക് തരിക തന്നെ ചെയ്യും. എന്നാൽ ആഹാബിന്റെ ജീവിതത്തിൽ അവിടെ കൊണ്ട് തീരുന്നില്ല. അവന് പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലം ഇസബേൽ അവനെ സൂത്രത്തിൽ നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ കവർന്നെടുക്കുവാൻ പ്രാപ്തനാക്കി മാറ്റുകയാണ്. ഇതാണ് പ്രശ്നം. അന്യനുള്ളത്, അർഹതയില്ലാത്തത് കവർന്നെടുക്കുവാൻ ചിലപ്പോൾ ഒരു ചെറിയ വാക്ക് മതിയായിരിക്കും വല്ലവൻ്റെ നമ്മുടേതായി മാറുവാൻ. ചിലപ്പോൾ കുറേ നേരം ചിരിച്ച് സംസാരിച്ചാൽ മതിയായിരിക്കും. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചിലപ്പം കുറച്ച് സൂത്രപ്പണിയൊക്കെ നടത്തിയാൽ മതിയായിരിക്കും. ചിലപ്പം കുറച്ച് ഇല്ലാത്തത് പറഞ്ഞു കൊടുത്താൽ മതിയായിരിക്കും. അപവാദം പറയുക പരിപാടി കേട്ടിട്ടില്ലേ? ഭർത്താവിനെ കുറിച്ച് ഭാര്യയോട് അപവാദം പറയുന്ന ചില ചേച്ചിമാരുണ്ട്. എപ്പോഴും നിന്റെ ഭർത്താവിനെ കാണുമ്പം തന്നെ അറിയാം, അങ്ങനെയാ ഇങ്ങനെയാ, അവിടെ വെച്ച് കണ്ടു ഇവിടെ വെച്ച് കണ്ടു. പിന്നിലെ സൂത്രം നീ അറിയാതെ പോകരുത്. നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, പൊളിച്ച് കളഞ്ഞിട്ട് കവർന്നെടുക്കുവാനുള്ള പന്ന പിശാചിൻ്റെ പദ്ധതിയാണ്. ഇങ്ങനെ തന്നെ തിരിച്ചും ആരും വ്യത്യസ്തരല്ലല്ലോ. ഭാര്യയെക്കുറിച്ച് എപ്പോഴും കുറ്റം മാത്രം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന, ജോലി സ്ഥലത്ത് മര്യാദയ്ക്ക് ജോലി ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നവൻ അവൻ്റെ അടുത്ത് പോയിരുന്നിട്ട് നീ ഇവിടെ കിടന്ന് കഷ്ടപ്പെടാനുള്ളവനല്ല, നീ അങ്ങ് ദൂരെ അങ്ങനെ പറഞ്ഞ് പൊക്കി അവിടെ നിന്ന് ഓടിച്ചു വിടാനുള്ള പരിപാടി ഒരുക്കുന്ന, നിൻ്റെ അവിടുത്തെ മാന്യമായിട്ടുള്ള ജോലി ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നീ അവിടെ വേണ്ട എന്ന്, നിന്നെ കാണണ്ട എന്ന് ആഗ്രഹിക്കുന്ന മക്കളോടെ പറഞ്ഞ് നല്ല രീതിയിൽ പഠിച്ച് മാന്യമായിട്ട് വെക്കൊണ്ടിരിക്കുന്ന പിള്ളേരാ. അവരെടാ എടാ ഒരല്പം ഒന്ന് നാവിൻ്റെ തുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പഠിക്കുന്നതൊക്കെ നല്ലതുപോലെ മനസ്സിൽ നിൽക്കും. ഇത്രയും നേരം കഷ്ടപ്പെട്ട് കാണാതെ പഠിക്കണ്ട. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിള്ളേരെ വലിച്ചുകൊണ്ട് പോകുന്നു ഒരു ചെറിയൊരു സന്തോഷത്തിന് വേണ്ടി. പിശാചിൻ്റെ വഴിയിടങ്ങളിലേക്ക് പിള്ളേരെ വലിച്ചുകൊണ്ട് പോകുന്ന മാർഗങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ സൂത്രത്തിലൂടെ ഒരു ഉപവാസം പ്രസിദ്ധീകരിക്കുക. അപ്പം നോക്കിയേ, 21-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ഈ ആഹാബിനോട് ഇസബേൽ വന്നിട്ട് പറയുകയാണ്, ആ കൊതിയോടെ ഇരിക്കുന്ന മനുഷ്യനോട് പറയുകയാണ്. കൊതിച്ചു കഴിഞ്ഞപ്പോൾ ആഹാബിന് മനസ്സിലായി ഇത് വല്ലവൻ്റെയാണ്, എനിക്ക് കിട്ടത്തില്ല. പക്ഷേ ഈസബേലിയ മണ്ഡലം അവനെ പ്രേരിപ്പിക്കുക. അത് നിനക്ക് ഞാൻ തരാം, വല്ലവൻ്റെയും നിനക്ക് തരാം. പൈശാചിക മണ്ഡലം. അതിനുവേണ്ടി എന്താ ചെയ്യുന്നത്? ദാറ്റ്സ് എ പോയിന്റ്. ശ്രദ്ധിച്ചോ,
12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു ഉപവാസം പ്രസിദ്ധമാക്കി. ഒരു ഉപവാസം പ്രസിദ്ധമാക്കിയെന്ന് എന്നെ കേൾക്കുന്ന വിശ്വാസികൾ കേൾക്കുമ്പോൾ എന്താ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നേ? ഉപവാസം നമ്മൾ ഇപ്പോൾ ഇതാ 19-ാമത്തെ ദിവസം നമ്മൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആലയത്തിൽ പോയിരുന്ന അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയത്തിൽ നിന്ന് കൈയടിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഗ്ലോറി ഹല്ലേലൂയ പറയുന്നു, പാവങ്ങളെ ഏറ്റു പറയുന്നു. ആ ഉപവാസമാണോ? അല്ല. ഈ ഉപവാസത്തിൽ അവൻ കൊല്ലപ്പെടുകയാണ്, അവൻ ചതിക്കപ്പെടുകയാണ്, അവനുള്ളത് അർഹതയില്ലാത്ത മറ്റൊരു കരങ്ങളിലേക്ക് പോയി ചേരുകയാണ്. അപ്പോൾ ഇവിടെ പേര് മാത്രമേ ഉപവാസം എന്നുള്ളൂ. ആ ഉപവാസത്തിൻ്റെ മറവിൽ പ്രാർത്ഥന നല്ലതാ. വേറൊരു പ്രാർത്ഥനയുണ്ട്, നിന്നെ തകർക്കുന്ന ഒരു പ്രാർത്ഥന, എതിർ പ്രാർത്ഥന. ആരാധന നല്ലതാ, നിന്നെ തകർക്കുന്ന ഒരു ആരാധനയുണ്ട്, അന്യാരാധന. എതിർ പ്രാർത്ഥനകൾ, അന്യാരാധനകൾ. അതേ, നമ്മൾ ദൈവത്തെ സേവിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ ആരാധിക്കുന്നത് പോലെ, പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്നത് പോലെ പൈശാചിക ശക്തികളെ സ്വാധീനിക്കുവാനുള്ള പ്രാർത്ഥന, മന്ത്രവാദം, ആഭിചാരം, ക്ഷുദ്രപ്രയോഗങ്ങൾ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ നിങ്ങളിലുള്ളത് പലരിലേക്കും എത്തിച്ചേരുവാൻ അവർ ആഗ്രഹിക്കുന്നത്, അവരിലേക്ക് എത്തിച്ചേരുവാൻ അവരെ പ്രാപ്തരാക്കി തീർക്കുന്ന ആഭിചാരങ്ങൾ, എതിർ പ്രാർത്ഥനകൾ, അന്യാരാധന ബന്ധനങ്ങൾ, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സമാനതകളില്ലാത്ത കഷ്ടങ്ങൾ, ദുരിതങ്ങൾ, സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്നില്ല, സമാധാനം അനുഭവിക്കുവാൻ കഴിയുന്നില്ല. സഹോദര സഹോദരി, ആ ജോലി സ്ഥലത്ത് സ്വസ്ഥമായി സമാധാനമായി നിൽക്കുവാൻ കഴിയുന്നില്ല. കാരണം എന്തെന്ന് അറിയുവാനും കഴിയുന്നില്ല. ഈ ഉപവാസ പ്രാർത്ഥന 19-ാമത്തെ ദിവസം വിശ്വസിക്കുന്നെങ്കിൽ ആ പൈശാചിക മണ്ഡലത്തെ കർത്താവ് തകർക്കുക. യേശുവിൻ നാമത്തിൽ നിന്റെ തൊഴിലിന് വിരോധമായി, സ്തോത്രം, അവിടെ നിന്നുള്ള വരുമാനം നിന്റെ ഭവനത്തിലെത്തുന്നതിന് വിരോധമായി, നീ ആ ഭവനത്തിൻ്റെ പണി മനോഹരമായി പൂർത്തിയാക്കുന്നതിന് വിരോധമായി, നിന്റെ മക്കളുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കപ്പെടുന്നതിന് വിരോധമായി വാദിച്ച് വെല്ലുവിളിക്കുന്ന സകല പൈശാചിക മണ്ഡലവും, ആ പൈശാചിക മണ്ഡലത്തെ തൂണ്ടിവിടുന്ന ആഭിചാരങ്ങൾ, ക്ഷുദ്ര പ്രയോഗങ്ങൾ, നേർച്ച കാഴ്ചകൾ, യേശുവിൻ നാമത്തിൽ അത് അഴിയുക. പ്രാർത്ഥിക്ക്. യേശുവിൻ നാമത്തിൽ ആ പൈശാചിക മണ്ഡലം അഴിയട്ടെ, ആ പൈശാചിക മണ്ഡലം അഴിയട്ടെ. ആ തൊഴിലിടത്തിൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലം യേശുവിൻ നാമത്തിൽ വിട്ടുപോ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ജോലി ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ, അല്ലാത്തപ്പോഴെല്ലാം നിനക്ക് ആരോഗ്യമുണ്ട്, ജോലി സ്ഥലത്ത് പോകുമ്പോൾ ചെയ്യുവാൻ കഴിയുന്നില്ല, അതിന് തക്കവണ്ണമുള്ള നിന്റെ ഉള്ളിൽ കടത്തപ്പെട്ട ചില കൈവശ മണ്ഡലങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുക. അവിധത്തിൽ ജോലിക്ക് പോകുമ്പോൾ ശരീരം പെട്ടെന്ന് ക്ഷീണിച്ചു പോവുക, ചില ഡിസ്റ്റർബൻസ് ശരീരത്തിലുണ്ടാവുക, അലർജി പോലെ ഒരു വല്ലാത്തൊരവസ്ഥ. ഒത്തിരി മെഡിസിൻ എടുത്തു, അത് മാറുന്നില്ലേ, പല പല ബുദ്ധിമുട്ടുകളാണ്. ചിലപ്പോൾ BP അങ്ങ് കൂടുന്നു, കുറയുന്നു, ഭയങ്കര വേദന, ക്ഷീണം. എന്താണ് രോഗമെന്നറിയാത്ത വിധത്തിൽ നിങ്ങളെ രോഗിയാക്കി തീർക്കുന്ന, അവിടെ നിന്ന് ഇറങ്ങി ആശുപത്രിയിൽ പോയി ഇത് പറയാമെന്ന് വെച്ചാൽ അപ്പോഴങ്ങനെ ഒരു രോഗത്തിൻ്റെ അവസ്ഥ ജോലി സ്ഥലത്ത് വെച്ച് അനുഭവിക്കുന്നത് പോലെ അനുഭവിക്കുന്നുമില്ല. അപ്പോൾ പ്രാർത്ഥിക്കുക. ആ കൈവശ മണ്ഡലത്തെ കർത്താവ് സ്തോത്രം പുറത്തിടുക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ സ്തോത്രം. ആ കൈവശ മണ്ഡലം വഴിയട്ടെ. ജോലി ചെയ്ത് സന്തോഷമായി ജീവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഇവരുടെ ഉള്ളിൽ കടത്തപ്പെട്ട കൈവശ മണ്ഡലങ്ങൾ യേശുവിൻ നാമത്തിൽ വിട്ടോ. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അത് പുറത്തു പോകുക. ആമേൻ, ആമേൻ, ആമേൻ. യേശുവിൻ നാമത്തിൽ അത് ഒമിറ്റ് ചെയ്ത് പുറത്തു പോകുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അത് മറ്റ് നിലകളിൽ ശരീരത്തിൽ നിന്ന് പുറത്തു പോയി. അത് പുറത്തു പോകട്ടെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. അല്ലേ സഹോദരി, ഒരു കാരണവുമില്ല, സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ, എന്തു സ്നേഹമായിരുന്നു, പക്ഷെ ഇപ്പം കീരിപ്പാമ്പും പോലെയാ. നിങ്ങളുടെ ആ സന്തോഷത്തെ അവകാശം പറയുന്നൊരു പൈശാചിക മണ്ഡലം, അത് അഴിയുമ്പോൾ എവിടെ നിന്നാണെന്ന് നീ അറിയും. എവിടെ നിന്നാണ് നിങ്ങളെ കീരിയും പാമ്പും ആക്കിയ തമ്മിൽ തല്ലിച്ച ആ പൈശാചിക മണ്ഡലം. പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ കുടുംബ ജീവിതത്തിന് വിരോധമായി വാദിച്ച് വെല്ലുവിളിക്കുന്ന ആ പൈശാചിക മണ്ഡലം അഴിയട്ടെ. നേർച്ച കാഴ്ചകൾ, വിടക്ക് കണ്ണുകൾ, അങ്ങനെ ഒരു വിവാഹം ഉണ്ടായതുകൊണ്ട് അതുണ്ടാകുവാൻ പാടില്ല എന്ന് ആഗ്രഹിച്ച് ചെയ്ത ചിലത് യേശുവിൻ നാമത്തിൽ ആ ബന്ധനം അഴിയട്ടെ. പ്രാർത്ഥിക്കുക. താങ്ക് യു ലോർഡ്. റത്തരാദനന്ദ ബൗഡ ശംധൂർഗന. യേശുവിൻ നാമത്തിൽ ആ ബന്ധനം അഴിയട്ടെ. സ്തോത്രം. ആഭിചാരം അഴിയട്ടെ. ക്ഷുദ്ര പ്രയോഗങ്ങൾ അഴിയട്ടെ. എതിർ പ്രാർത്ഥനകൾ, കുടുംബജീവിതത്തിന് വിരോധമായി സന്തോഷമായി സമാധാനമായി നീ നിന്റെ ഭർത്താവും ഒരുമിച്ച് ജീവിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് വാദിച്ച് വെല്ലുവിളിക്കുന്ന സകല പോരുകളും യേശുവിൻ നാമത്തിൽ വിട്ടുപോ. ആമേൻ. സ്തോത്രം, സ്തോത്രം. ആ ബന്ധനം അഴിയുക. സഹോദരി പ്രാർത്ഥിക്കേ. സ്തോത്രം.
നിന്നെ നിൻ്റെ ഭർത്താവിനെ തമ്മിൽ തെറ്റിക്കുന്ന സ്തോത്രം. നീ തന്നെ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ, ഞാൻ അങ്ങനെ പറയേണ്ടായിരുന്നു, പക്ഷെ പറയിക്കുന്ന ആ പൈശാചിക മണ്ഡലം, സ്തോത്രം, ആമേൻ, അത് വിട്ടുമാറുക. നീ അത് തിരിച്ചറിയുക. സ്തോത്രം. ശരീരത്തിൽ നിന്ന് ആ പൈശാചിക മണ്ഡലം അഴിഞ്ഞു മാറുന്നത്. സ്തോത്രം, സ്തോത്രം. നിന്നെ ഒരു നാക്കുകാരിയാക്കി, സ്തോത്രം, ഒന്നും പറഞ്ഞാൽ കേൾക്കാത്തവളാക്കി. യെസ്, യേശുവിൻ നാമത്തിൽ. ഓ താങ്ക് ഗോഡ്. ആ പൈശാചിക മണ്ഡലം അഴിയുക. സ്തോത്രം. ഒരു ഭാരം നിന്നെ വിട്ട് മാറുന്നത് പോലെ, ഒരു ഇരുട്ട് മാറിപ്പോകുന്നത് പോലെ. യെസ്, യേശുവിൻ നാമത്തിൽ. സഹോദര, ആ കോപത്തിൻ്റെ മണ്ഡലം, ആ പൈശാചിക മണ്ഡലം വിട്ടുമാറുക. ഓ താങ്ക് ഗോഡ്. ആ സംശയത്തിൻ്റെ മണ്ഡലം, യെസ്, യേശുവിൻ നാമത്തിൽ വിട്ടുപോ. ആമേൻ, ആമേൻ, ആമേൻ. ആ കാരണം പുറത്തു വരിക. സ്തോത്രം. ആ പൈശാചിക മണ്ഡലം മാറുമ്പോൾ അതിൻ്റെ കാരണം കുടുംബത്തിനകത്തുണ്ട്. ഓ ആമേൻ, സ്തോത്രം, യേശുവിൻ നാമത്തിൽ. ആമേൻ, സ്തോത്രം. അത് പുറത്തു പോവുക. ആമേൻ. അത് കർത്താവ് കാണിച്ചു തരും. അതിനെ പുറത്ത് കളയുക. അപ്പോൾ അറിയാം, ഇങ്ങനെ ഒന്നും അല്ല പോകേണ്ടത്, അല്ലേ മാതാവേ? മക്കളിങ്ങനെ പോകേണ്ടവരല്ല. അവർ നല്ല പഠിക്കുന്നവരാണ്, അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടാകണം, നല്ല ലക്ഷ്യബോധമുള്ള പിള്ളേരാ, നമ്മളെ തന്നെ പറഞ്ഞ് എൻകറേജ് ചെയ്യിപ്പിച്ചിട്ടുള്ള പിള്ളേരാ. പക്ഷേ അവരുടെ മേലുള്ള അവകാശവാദങ്ങൾ, അവരുടെ നല്ല പഠനത്തിന് മേലുള്ള അവകാശവാദങ്ങൾ, അസൂയായിരിക്കാം ഫലം. ചില വ്യക്തികളുടെ മക്കൾ അവർ ഒരുപാട് പഠിപ്പിക്കുവാൻ കഷ്ടപ്പെടുന്നു, പക്ഷേ അവരുടെ മക്കൾ പഠിക്കുന്നില്ല. അപ്പോൾ ഇപ്പുറത്ത് നിൻ്റെ മക്കൾ വലിയ പാടൊന്നുമില്ലാതെ അവർ സന്തോഷമായിട്ട് പഠിച്ചു പോകുന്നു. അസൂയ, നല്ല സ്വഭാവത്തിലുള്ള അസൂയ. സ്തോത്രം, ചില അസൂയയുടെ അനുഭവങ്ങൾ മക്കളുടെ ജീവിതത്തെ വല്ലാതെ വരണ്ട അനുഭവത്തിലാക്കിയിരിക്കുക. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ. ഒരു ഗതി പിടിക്കാത്ത അനുഭവം, അല്ലേ മാതാവേ? മക്കളുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ട്. നല്ല വിദ്യാഭ്യാസമുണ്ട്, പഠിക്കാനുള്ള കഴിവുണ്ട്, നല്ല സ്വഭാവമുണ്ട്. എവിടെ പോയാലും അവർക്ക് മുമ്പോട്ട് പോകാനുള്ള വഴി തുറന്നു കിട്ടേണ്ടത്. പക്ഷേ നിൻ്റെ മക്കളുടെ ജീവിതം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അസൂയ, വിളിശാപം. അയ്യോ അവൾക്ക് നല്ലതാ, അവളുടെ മക്കൾ നല്ലതാ, അയ്യോ ഇതുപോലത്തെ മക്കളെ ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ. ഈ പറഞ്ഞ് ഈ ആഹാബിൻ്റെ മുന്തിരി തോട്ടം കണ്ട് കൊതിച്ച് അത് ചതിവിലൂടെ പ്രാപിച്ചെടുക്കുവാൻ ആഹാബിനെ പ്രാപ്തനാക്കിയ പൈശാചിക മണ്ഡലം വർക്ക് ചെയ്തതുപോലെ ആ ഇസബേലിയ മണ്ഡലം, ഓ താങ്ക് ഗോഡ്, ആ ഇസബേലിയ മണ്ഡലം ചില വ്യക്തികളുടെ പിന്നിൽ വർക്ക് ചെയ്തിട്ട് നിന്റെ തലമുറകളെ വരൾച്ചയുടെ അനുഭവത്തിൽ നിർത്തിയിരിക്കുക. വെയിലത്ത് നിൽക്കുന്ന അനുഭവമാണ് പിള്ളേർക്ക്. അവർക്കൊരു വെപ്രാളമാണ്, ടെൻഷനാണ്, ആരോട് പറയണമെന്ന് അറിയത്തില്ല. നിങ്ങളുടെ സങ്കടം, അവരുടെ സങ്കടം, ഇതെവിടെ കൊണ്ട് തീർക്കണമെന്ന് അറിയത്തില്ല. പിള്ളേർ തെറ്റി മോശം കൂട്ടുകെട്ടുകളിലേക്ക് പോകുന്ന അവസ്ഥയാണ്. പ്രാർത്ഥിക്ക്. സ്തോത്രം, യേശുവിൻ നാമത്തിൽ. സ്തോത്രം. ഇത് നിന്റെ ദിവസങ്ങളാണ്. ആ പൈശാചിക മണ്ഡലത്തെ തകർക്കുവാനുള്ള നിയോഗം സഹോദരി നിന്റെ മേലാ. സ്തോത്രം. അവസരം കിട്ടുമ്പോൾ തലമുറയുടെ മേൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കണം. ആ ബന്ധനം അഴിയുവാൻ എല്ലാ വിളിശാപങ്ങളും, നേർച്ച കാഴ്ചകളും, അന്യാരാധന ബന്ധനങ്ങളും, യാസ് ക്ഷുദ്രപ്രയോഗങ്ങളും, ആഭിചാരങ്ങളും, വെടക്ക് കണ്ണുകളും തലമുറകളിൽ നിന്ന് വിട്ടുപോ. സ്തോത്രം. തലമുറയുടെ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന എല്ലാ വെല്ലുവിളികളും അഴിയട്ടെ. മധ്യത്തിലും മയക്കുമരുന്നിലും ലോകപ്രകാരമുള്ള കൂട്ടുകെട്ടുകളിലും തലമുറകളെ തകർത്ത് കളയുന്ന സകല പോരുകളും യേശുവിൻ നാമത്തിൽ വിട്ടുപോ. യെസ് വിട്ടുമാറുക. പ്രാർത്ഥിക്കുക. ഓ സ്തോത്രം. മാതാവേ പ്രാർത്ഥിക്കുക, പിതാവേ പ്രാർത്ഥിക്കുക. മക്കളെ എതിർത്ത് സംസാരിക്കുന്നവരാക്കി തീർക്കുന്ന ആ പൈശാചിക മണ്ഡലം, ആമേൻ, ശ്രദ്ധയോടെ കേട്ട് ചിരിയോടെ സംസാരിച്ചുകൊണ്ടിരുന്ന മക്കൾ കോപത്തോടെ എതിർത്ത് സംസാരിക്കുക. ആമേൻ. മക്കൾ മാത്രമല്ല, ഭർത്താവും. സ്തോത്രം. ആ ജോലി സ്ഥലത്ത് നിനക്കൊപ്പം ജോലി ചെയ്യുന്നവർ, ആ ബോസ്, ഒപ്പമുള്ളവരെയൊക്കെ ശത്രുക്കളാക്കുന്ന ഒരു പൈശാചിക മണ്ഡലം. ആമേൻ. ആ പൈശാചിക മണ്ഡലം ചിലരെ വിലക്കെടുക്കുക. നോക്കൂ, ഇവിടെ 21-ാം അധ്യായത്തിൽ, 21-ാം അധ്യായം നിങ്ങൾ പൂർണ്ണമായിട്ടും വായിക്കണം കേട്ടോ. ഒരു ഉപവാസം നിയമിച്ചിട്ട് അവനെതിരെ കള്ളസാക്ഷികളെ ഒരുക്കി അവനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ വേണ്ടി ചിലരെ നിർത്തുക. ആരെ? നാബോത്തിനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ വേണ്ടി ഇസബേലിയ മണ്ഡലം ചിലരെ നിർത്തുക. വിരോധമായിട്ട് ചിലരെ നിർത്തുക. നിങ്ങൾക്ക് മുറിപ്പാടുകൾ ഉണ്ടാക്കുവാൻ, നിങ്ങൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാകുവാൻ ചിലരെ, അവർ തന്നെ പ്രിയപ്പെട്ടവർ, മക്കൾ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, ചിലരെ പിശാച് കരങ്ങളിലെടുക്കുക. അപ്പോൾ അവരുടെ മേൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലം അഴിയണം. ഓ താങ്ക് ഗോഡ്. അല്ലെങ്കിൽ കല്ലെറിഞ്ഞുകൊണ്ട് ചാവും. ആമേൻ. സ്തോത്രം. പിള്ളേരുടെ നല്ലൊരു വാക്ക് മതി ഉയിര് പോവാൻ, അല്ലേ? പ്രാർത്ഥിക്കുക. ഓ യെസ്, യേശുവിൻ നാമത്തിൽ ആ പൈശാചിക മണ്ഡലം അഴിയുക. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ പൈശാചിക മണ്ഡലം അഴിയട്ടെ. ഓ സ്തോത്രം. അവകാശം പറയുന്ന പൈശാചിക മണ്ഡലം എതിർത്ത് നിൽക്കുന്ന മക്കളെ കൊണ്ട് എതിർത്ത് പറയിപ്പിക്കുന്ന, ഭർത്താവിനെ കൊണ്ട് എതിർത്ത് പറയിപ്പിക്കുന്ന, ഭാര്യയെ കൊണ്ട് എതിർത്ത് പറയിപ്പിക്കുന്ന, ബന്ധുക്കളെ കൊണ്ട്, സുഹൃത്തുക്കളെ കൊണ്ട് എതിർത്ത് പറയിപ്പിക്കുന്ന ആ പൈശാചിക മണ്ഡലം യേശുവിൻ നാമത്തിൽ വിട്ടുപോ.
താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അത് അഴിയുക. പ്രാർത്ഥിക്കുക സഹോദരി, പ്രാർത്ഥിക്കും. ഭർത്താവിൽ നിന്ന് അത് അഴിയുക. സഹോദര പ്രാർത്ഥിക്കുക, നിൻ്റെ ഭാര്യയിൽ നിന്ന് അത് അഴിയുക. ക്ഷമയോടെ നീ പറയുന്നത് കേൾക്കുവാൻ പോകുക. സഹോദര, നിൻ്റെ ജോലി സ്ഥലത്ത് ചില വ്യക്തികളിൽ നിന്ന് അത് അഴിഞ്ഞു മാറുക. സ്തോത്രം. നീ പറയുന്നത് കേൾക്കേണ്ട, നിനക്കൊപ്പം ജോലി ചെയ്യുന്ന, നിനക്ക് മുകളിൽ ജോലി ചെയ്യുന്ന, നിനക്ക് കീഴിൽ ജോലി ചെയ്യുന്ന, യെസ്, അഴിഞ്ഞു മാറുക. മാതാവ് പിതാവ് മക്കളിൽ നിന്ന് അത് മാറുക. ഓ താങ്ക് ഗോഡ്. ശുശ്രൂഷക, നിന്റെ വിശ്വാസികളിൽ നിന്ന് അത് മാറുക. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അമേൻ. എനിക്കറിയത്തില്ല, ഈ 19ാമത്തെ ദിവസം ഒത്തിരി കുടുംബങ്ങൾ ഒരുമിച്ച് ഫ്രീ ആവുക. ആ പൈശാചിക മണ്ഡലം അഴിഞ്ഞു മാറുന്നത് പലരും തിരിച്ചറിഞ്ഞ് സാക്ഷ്യം പറയുവാൻ പോകുക. ആമേൻ. സ്തോത്രം. പ്രാർത്ഥിക്കുക. ശരീരത്തിന് മേൽ വ്യാപരിക്കുന്ന ആ പൈശാചിക മണ്ഡലം, കാരണമില്ലാതെ രോഗങ്ങൾ, എത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും മാറുന്നില്ല, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള രോഗത്തിൻ്റെ അവസ്ഥ, അതല്ലേ പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ കർത്താവ് സൗഖ്യമാക്കിയ ആ രോഗാത്മാവ് വിട്ടുപോകുക. ഓ താങ്ക് ഗോഡ്. നിന്നെ ബലഹീനപ്പെടുത്തുന്ന, നിവർന്നു നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ നടുവിനെ സ്തോത്രം തീ കോരിയിടുന്ന വേദനയാണ്. യെസ്, യേശുവിൻ നാമത്തിൽ ആ രോഗാത്മാവ് വിട്ടുപോ. ഉറക്കമില്ലാതാക്കുന്ന രോഗാത്മാവ്, നല്ല ഉറക്കം വന്നാൽ ഉറങ്ങാൻ പറ്റത്തില്ല. സ്തോത്രം. ആ രോഗാത്മാവ് വിട്ടുമാറുക. സ്തോത്രം. ചിലർ ശരീരത്തിൽ സൗഖ്യം അനുഭവിക്കുവാൻ പോവുകയാണ്. സാക്ഷ്യം പറയണേ യേശുവിൻ നാമത്തിൽ. സ്തോത്രം. ആ രോഗാത്മാവ് വിട്ടുപോകുമ്പോൾ നിങ്ങൾ ശരീരത്തിൽ സൗഖ്യം അനുഭവിക്കും. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അമേൻ. സൗഖ്യമായ കൃപയ്ക്കായി. പ്രാർത്ഥനാ ജീവിതത്തിന് വിരോധമായി എത്ര പ്രാർത്ഥനകൾ. അമേൻ. സ്തോത്രം. ഞാനിത് ഇത്രയും തുറന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് എന്നെ കേൾക്കുന്നവരിൽ അധികവും പ്രൈസർ ഫാമിലിക്കൊപ്പമുള്ളവരായിരിക്കും. അവർക്ക് വചനത്തിലൊരു അടിസ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യം പറഞ്ഞാൽ മനസ്സിലാകും. നിങ്ങൾ പോയ സ്ഥലത്ത് എല്ലാവരും അന്തം വിട്ട് നോക്കിയ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കണ്ട്, നിങ്ങൾ ആരാധിക്കുന്നത് കണ്ട് ഒരു ദിവസം ഒന്ന് ഓർത്തേ. അത് കഴിഞ്ഞ് പിന്നെ ഒരു മൂലയിൽ ഇങ്ങനെ ഇരിക്കുകയല്ലേ, പ്രാർത്ഥനയില്ല, ആരാധനയില്ല, കയ്യടിയുമില്ല, ബഹളവുമില്ല. എല്ലാവരും ശ്രദ്ധിച്ച സ്വർഗം തുറക്കുമാറ് നിങ്ങൾ ആത്മസാന്നിധ്യത്തിൽ നിറഞ്ഞ് ആരാധിച്ച ആരാധനയിൽ നിന്ന് ഒതുങ്ങിക്കൂടി മൂലയിലിരിക്കുന്ന ആ അവസ്ഥയിലേക്ക് എത്തുന്ന വഴിക്ക് ഇടയിൽ സംഭവിച്ച തലമേൽ കൈവച്ചൊരു പ്രാർത്ഥന, ഒരു ദൂത്, ഒരു പ്രവചനം, അത് ദൈവത്തിൽ നിന്നല്ല, പിശാചിൽ നിന്ന്. യെസ്, യേശുവിൻ നാമത്തിൽ നിന്റെ പ്രാർത്ഥനയെ കെട്ടിയ, നിന്റെ ആത്മീയ ജീവിതത്തെ കെട്ടിയ, നിന്റെ നാവിനെ കെട്ടിയ, നിന്റെ ശുശ്രൂഷയെ കെട്ടിയ, ചിലർ ഭയപ്പെട്ടതുകൊണ്ട് കെട്ടിയ കെട്ട് യേശുവിൻ നാമത്തിൽ പൊട്ടിപ്പോവുക. യെസ്, ആ ബന്ധനം അഴിയുക. പ്രാർത്ഥിക്കുക. ആ ബന്ധനം അഴിയുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അമേൻ. അത്ഭുതത്തിന് കുറവില്ല നിന്റെ പ്രാർത്ഥനയിൽ, ശുശ്രൂഷയിൽ. പക്ഷെ ആരും ഒപ്പം നിൽക്കുന്നില്ല. പലതും പറഞ്ഞ് ചിതറിപ്പോവുക. സ്തോത്രം. അമ്മേ, നിന്നോട് ചേർന്ന് വരുവാൻ അനുവദിക്കാതെ പലരെയും ആട്ടി ഓടിക്കുന്ന ആ പൈശാചിക മണ്ഡലം, താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓ സ്തോത്രം. ആ പൈശാചിക മണ്ഡലം അഴിയുക. ആ ഇസബേല്യ മണ്ഡലം അഴിയുക. കൊത്തി അകറ്റുന്ന ഇസബേല്യ മണ്ഡലം. ശുശ്രൂഷക സഭ വളരുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ആ ബന്ധനം അഴിയട്ടെ. ആ വിചാരക്കെട്ടുകൾ പൊട്ടട്ടെ. യെസ്, ക്ഷുദ്ര പ്രയോഗങ്ങൾ പൊട്ടിമാറട്ടെ. യെസ്, യേശുവിൻ നാമത്തിൽ. യെസ്, താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ വിട്ടുപോ. അമേൻ. അപ്പോൾ ആ പൈശാചിക മണ്ഡലം, ഇസബേല്യ മണ്ഡലം അതഴിഞ്ഞാൽ ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. മറ്റേ എന്നും പിണക്കം, എന്നും വഴക്ക്. അപ്പോൾ പ്രാർത്ഥിക്കുക. ഇത് തിരിച്ചറിഞ്ഞവർ, പ്രാർത്ഥിച്ച് പുറത്തു വരുവാൻ കഴിയുമോ എന്ന് ഭയന്നായിരിക്കുന്നവരോട് ധൈര്യമായി കോൺടാക്ട് ചെയ്യുക. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയാലും ഉപവാസത്താലും അഴിയാത്ത, ഓടിപ്പോകാത്ത, വിട്ടുമാറാത്ത ഒരു ജാതിയും ഇല്ല. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമെങ്കിലും ചെയ്യും. നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ പ്രൈസർ ഫാമിലിക്കൊപ്പം ഒത്തിരി പേരെ ചേർത്ത് നിർത്തുവാൻ നിങ്ങൾക്ക് കഴിയും. ഈ മെസ്സേജുകൾ അയച്ചു കൊടുത്തുകൊണ്ടും ഞങ്ങളുടെ ലൈവ് മീറ്റിങ്ങിൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ടും എല്ലാ വെള്ളിയാഴ്ചയും 11 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും സഭയായി നമ്മൾ ലൈവായിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ആ ലിങ്ക് അയച്ചു കൊടുക്കുക, അവരോട് ലൈവിൽ ജോയിൻ ചെയ്യാൻ പറയുക. ആരാധനകൾക്ക് പോകാത്തവരാണെങ്കിൽ ആലയത്തിൽ വരുവാൻ പറയുക. അതുപോലെ എല്ലാ ഞായറാഴ്ചകളിലും 10 മണി മുതൽ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലിങ്ക് അവൈലബിൾ ആണ്. ലിങ്ക് ലഭിക്കാത്തവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക, ആ ലിങ്ക് ലഭിക്കും. കടന്നു വരാൻ കഴിയുന്നവർ കടന്നു വരിക, അല്ലെങ്കിൽ ലൈവിൽ ജോയിൻ ചെയ്യുക. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. എല്ലാ മാസത്തിൻ്റെ അവസാനവും ഇതുപോലുള്ള ബാധിപ്പുകളിൽ നിന്ന് പുറത്തു വരുവാൻ പ്രൈസർ ഫാമിലി പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ നിങ്ങൾക്കൊപ്പമായിരിക്കും.
നിങ്ങളുടേത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ടും കോൺടാക്ട് ചെയ്യുക, പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക എന്ന കണ്ടടച്ചോ. വിശ്വസ്ത കർത്താവേ നല്ല ദൈവമേ, അനുഗ്രഹീതവും പ്രശാന്തവുമായിരിക്കുന്നത് ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയുടെ 19ാമത്തെ ദിവസം ഇന്ന് പകലും വെളിപ്പെട്ട് വ്യാപരിച്ച ആ വലിയ ദൈവ സാന്നിധ്യത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. പൈശാചിക മണ്ഡലങ്ങൾ ഒത്തിരി വ്യക്തികളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോയ കൃപയ്ക്കായി, സ്വാതന്ത്ര്യം ജനം പ്രാപിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇപ്പോൾ മുതൽ അങ്ങയുടെ സാന്നിധ്യം പിന്നെയും ചലിക്കട്ടെ. തൊഴിലില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ നല്ല ജോലികളെ നൽകണമേ. ജോലി സംബന്ധമായുള്ള സകല വെല്ലുവിളികളും വഴിയട്ടെ. യാസ് തൊഴിൽ മേഖല മേലുള്ള കെട്ടുപൊട്ടട്ടെ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ആ ബാധിപ്പുകൾ വിട്ടുമാറട്ടെ. ഉദരഫലങ്ങളില്ലാതെ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ ആ തടസ്സം മാറട്ടെ, ആ കെട്ടുപൊട്ടട്ടെ. മക്കൾ ജനിക്കട്ടെ. യാസ് യേശുവിൻ നാമത്തിൽ തലമുറകൾ ജനിക്കട്ടെ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. വിവാഹബന്ധങ്ങൾ നടക്കാതെ ആ തടസ്സം മാറട്ടെ. തടസ്സമിട്ട് വെല്ലുവിളിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ അഴിയട്ടെ. സ്തോത്രം. യേശുവിൻ നാമത്തിൽ എല്ലാ രോഗബന്ധങ്ങൾ വഴിയിട്ട് രോഗികൾ സൗഖ്യമാകട്ടെ. രോഗമുള്ള ഭാഗങ്ങളിൽ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് കടഭാരങ്ങൾ മാറട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം യേശുവേ ഇവർക്ക് വഴി തുറക്കണമേ അപ്പ. യേശുവിൻ നാമത്തിൽ വഴികൾ തുറക്കപ്പെടുന്ന കൃപയ്ക്ക് ഇവർക്ക് ലഭിക്കേണ്ട നന്മകൾ സൂത്രത്തിൽ കവർന്നെടുക്കുന്നവരുടെ കയ്യിൽ നിന്ന് അത് തിരികെ വരട്ടെ. നന്മകൾ തിരികെ വരട്ടെ. ആരോഗ്യം തിരികെ വരട്ടെ. സ്തോത്രം. സമാധാനവും സന്തോഷവും തിരികെ വരട്ടെ. കുടുംബജീവങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യത്തിൽ ചേർന്ന് വരട്ടെ. തലമുറകളുടെ വിദ്യാഭ്യാസം ഭാവി അനുഗ്രഹമായി തീരട്ടെ. ഉപരിപെടുന്ന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ യേശുവിൻ നാമത്തിൽ വിട്ടുപോകട്ടെ. ആത്മീയ ജീവിതം പണിയപ്പെടട്ടെ. പ്രാർത്ഥനാ ജീവിതം പണിയപ്പെടട്ടെ. ഓ താങ്ക് ഗോഡ്, താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അപ്പനങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ യേശുവേ, ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ. അനുഗ്രഹമായി ഇവർ മാറട്ടെ. ദേശത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബങ്ങളിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. സഭയിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. വിദേശത്തും സ്വദേശത്തും ബാധിക്കപ്പെട്ടവർ വിടിപ്പിക്കപ്പെടട്ടെ. വിസ പ്രോബ്ലങ്ങളും തടസ്സങ്ങൾ മാറട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. ഭവനങ്ങൾ പണിത് സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട ഭവനങ്ങളിൽ ഇവർ പാർക്കട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായിരിക്കും. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവമനുസരിച്ച് നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരേക്കും പ്രിയരെ ഹാവ് എ പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രൈസർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.